In the last class, we saw about the basics of cascading style sheets or CSS. അപ്പം സി എസ് എസ് യൂസ് ചെയ്യാൻ വേണ്ടി HTML ടാഗുകളുടെ കൂടെ നമ്മൾ ഒരു ആട്രിബ്യൂട്ടായിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. സ്റ്റൈൽ ആട്രിബ്യൂട്ടിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള CSS പ്രോപ്പർട്ടീസും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും കൊടുക്കാവുന്നതുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ വിൽ ബി സീയിങ് സം ഓഫ് ദ മേജർ CSS പ്രോപ്പർട്ടീസ്. CSSൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കണ്ട അതേ വെബ് പേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ടിം ബെർണേഴ്സ്-ലീ, ഇൻവെൻറ്റർ ഓഫ് വേൾഡ് വൈഡ് വെബ്, ടിം ബെർണേഴ്സ്-ലീയെ കുറിച്ചൊരു പേജാണ്. അതിൽ 3 പാരഗ്രാഫിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഹൈപ്പർ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, കളറും ബാക്ക്ഗ്രൗണ്ട് കളറും. അത് നമുക്കൊന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ HTML ടാഗിൻ്റെ കൂടെ ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് വരുത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ HTML P എന്ന് പറയുന്ന പാരഗ്രാഫ് ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആട്രിബ്യൂട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു ഇനി കൊടുക്കേണ്ടത് പ്രോപ്പർട്ടിയും CSS പ്രോപ്പർട്ടി അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് കോഡ്സിലാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ 2 വേർഡാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ അത് ഹൈഫൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ദെൻ കോളൻ, കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ കോളൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഗ്രീൻ ആണ് വേണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ ഗ്രീൻ എന്ന് കൊടുക്കുക. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി തീർന്നെങ്കിൽ യു ക്യാൻ പുട്ട് എ സെമി കോളൻ. അപ്പോൾ സെമി കോളൻ ഇട്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി തീർന്നു എന്നുള്ളതാണ്. അത് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലാണ് നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ വേറൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് എടുക്കുക. അതിനകത്ത് നമുക്ക് ഏത് ടാഗാണോ ആവശ്യമുള്ളത് ആ ടാഗിൽ നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഗ്രീൻ ആക്കി, ഇനി ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളർ എന്ന് പറയുന്ന ടെക്സ്റ്റ് കളറിന് വേണ്ടി കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സ്റ്റൈൽ ഈക്വൽ ടൂവിൽ തന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി കളർ കോളൻ കളർ വൈറ്റ് ആക്കണമെങ്കിൽ യു ക്യാൻ ഗീവ് കളർ കോളൻ വൈറ്റ് ദെൻ സെമി കോളൻ. നമുക്ക് കളർ കോളൻ നമുക്ക് വൈറ്റ് എന്ന് ആക്കിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുത്ത പാരഗ്രാഫിനും കൂടെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത പാരഗ്രാഫിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത് പാരഗ്രാഫിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ് ഓൾസോ. പക്ഷേ നമുക്ക് ഒരേ കാര്യം തന്നെ 2 പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡേറ്റേനെ അല്ലെങ്കിൽ ഒരു സെക്ഷനെ നമുക്ക് മൊത്തമായിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡിവ് എന്ന് പറയുന്ന HTML ടാഗ്. നമുക്ക് ഡിവ് HTML ടാഗിൻ്റെ അകത്ത് ഡിവ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലെങ്കിൽ സെക്ഷൻ എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പാരഗ്രാഫും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനും കളർ വൈറ്റും ആക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു സെക്ഷനാക്കി മാറ്റിയിട്ട് ആ സെക്ഷന് നമുക്ക് ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പാരഗ്രാഫിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സെക്ഷന് നമുക്ക് ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അപ്പം ഡിവ് അകത്ത് ആട്രിബ്യൂട്ട് സ്റ്റൈൽ കൊടുക്കുക. സ്റ്റൈലിൻ്റെ അകത്ത് CSS പ്രോപ്പർട്ടിയിൽ ബാക്ക്ഗ്രൗണ്ട് കളറും സ്പെസിഫൈ ചെയ്യുക. ഇവിടെയുള്ള ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ യൂസ് ചെയ്ത സ്റ്റൈലും വേണ്ട. അപ്പോൾ ഈ 2 പാരഗ്രാഫിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഡിവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിവ് ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പാരഗ്രാഫ് കഴിയുമ്പം ഡിവ് ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡിവ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. 2 ഡിവിഷനുണ്ട്. ആദ്യത്തെ ഡിവിഷനിൽ നമുക്ക് 2 പാരഗ്രാഫ് വരും. രണ്ടാമത്തേൽ അത് ഡിവിഷനായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. രണ്ടാമത്തേൽ ബാക്കിയുള്ള 2 റീഡ് മോറും വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2 പാരഗ്രാഫിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റും ആയിട്ടുണ്ട്. മൂന്നാമത്തെ 2 റീഡ് മോർ എന്നുള്ളത് പഴയ നിലയിൽ തന്നെ നമുക്ക് കാണാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് വാട്ട് വിൽ ബി സീയിങ് ഈസ് 2 other properties that are associated with the text. നമ്മൾ ആദ്യം കാണുന്നത് ടെക്സ്റ്റ് അലൈനാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു CSS പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് അലൈൻ. അപ്പോൾ നമുക്ക് ഈ ഡിവിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏത് HTML ടാഗിലാണോ വേണ്ടത് അതിൽ നമുക്ക് ഈ ടെക്സ്റ്റ് അലൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡിവിൽ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ടെക്സ്റ്റ് അലൈൻ
മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി CSS പ്രോപ്പർട്ടീസ് നമുക്ക് കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് നമുക്കിത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് അലൈന് കോളൻ. നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യണമെങ്കിൽ സെൻറ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് സെൻറ്റർ അലൈൻഡ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഉണ്ടോ, ആദ്യത്തെ 2 പാരഗ്രാഫ് സെൻട്രൽ അലൈൻഡ് ആണ്. ഇപ്പോൾ ഇത് സെൻറ്റർ മാറ്റി റൈറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് റൈറ്റ് അലൈൻഡ് ആവും. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് റൈറ്റ് അലൈൻഡ് ആവും. ബൈ ഡിഫോൾട്ട് ടെക്സ്റ്റ് എപ്പോഴും ലെഫ്റ്റ് അലൈൻഡ് ആണ്. അപ്പം അതാണ് നമുക്ക് ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് സൈസ്. നമുക്ക് ഇവിടെ ഞാൻ ഫോണ്ട് സൈസ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോണ്ട് സൈസ് കോളൻ നമുക്ക് പല യൂണിറ്റിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പിക്സൽസ്, പോയിൻ്റ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സ്മോളർ, അങ്ങനെയുള്ള കുറേ പ്രീ ഡിഫൈൻഡ് വാല്യൂസും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് പോയിൻ്റ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഫോണ്ട് സൈസ് ഞാനിവിടെ കോളൻ 20 പോയിൻ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പം ഞാൻ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണം. അപ്പം 20 പോയിൻ്റ് ഫോണ്ട് സൈസിലോട്ട് ഡിവിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2 പാരഗ്രാഫിൻ്റെ ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫോണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം 12 പോയിൻ്റ് ഒക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് 12 പോയിൻ്റ്. അപ്പോൾ 12 പോയിൻറ്റിൽ നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതാണ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഹൈറ്റും വിഡ്ത്തും. ഏത് എലമെൻ്റ് ആണോ ആ എലമെൻറ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പല യൂണിറ്റ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പിക്സലിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജിൽ കൊടുക്കാം. പേഴ്സൻറ്റേജിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് നമ്മൾ ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് വലിച്ച് വലുതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറുതാക്കാൻ പറ്റും, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇപ്പോഴേ പേജ് എത്രയാണോ ഉള്ളത് അതിൻ്റെ പേഴ്സൻറ്റേജ് എന്നാണ് ആ പേഴ്സൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 50% എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ ആ അവസ്ഥയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് അതിൻ്റെ 50%, 50% ഉണ്ടാവും. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആ പേജിൻ്റെ സൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല. എനിവേ വി ആർ സെറ്റിംഗ് ഡിവിൽ സെറ്റ് ചെയ്യുവാണ്. ഹൈറ്റ് കോളൻ 50% ആൻഡ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കോളൻ 50%. ഹൈറ്റ് കോളൻ 50%, വിഡ്ത്ത് കോളൻ 50%. ഹൈറ്റും വിഡ്ത്ത് നമുക്ക് 50%ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് അബൌട്ട് ദ CSS പ്രോപ്പർട്ടീസ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. അപ്പോൾ ഈ ഹൈറ്റ് വിഡ്ത്ത് നമുക്ക് ഏത് എലമെൻറ്റിലാണ് ആവശ്യമുള്ളത് ആ എലമെൻറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വി വിൽ ബി സീയിങ് CSS പ്രോപ്പർട്ടി ഫോർ ആഡിങ് എ ബോർഡർ ടു ആൻ എലമെൻറ്റ്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബോർഡറിൻ്റെ അകത്ത് പാഡിങ് പ്രൊവൈഡ് ചെയ്യാനും പേജുമായിട്ടുള്ള മാർജിൻ സെറ്റ് ചെയ്യാനുള്ള 2 പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് നോക്കാം. പാഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോർഡറിൻ്റെ അകത്താണ്. ബോർഡറിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുമായിട്ടുള്ള ആ സ്പേസ് ആണ് പാഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് പുട്ടിങ് എ ബോർഡർ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ആ ഡിവിനാണ് നമ്മൾ ബോർഡർ സ്പെസിഫൈ ചെയ്യുന്നത്. സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഡിവിന് നമ്മൾ ബോർഡർ സ്പെസിഫൈ ചെയ്യും. CSS പ്രോപ്പർട്ടി ബോർഡറാണ്. ബോർഡർ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ബോർഡറിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് പല കാര്യങ്ങളാണ്. ബോർഡറിൻ്റെ വിഡ്ത്ത് കൊടുക്കും, ഈ ബോർഡറിൻ്റെ സ്റ്റൈല് കൊടുക്കും, പിന്നെ ഏത് കളറാണെന്നും കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു CSS പ്രോപ്പർട്ടി കാണുന്നത്. നേരത്തെ ഉള്ളതിൻ്റെ അത് ഒരു CSS പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ഉള്ളൂ. പക്ഷേ ഈ CSS പ്രോപ്പർട്ടിയിൽ 3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ 3 വാല്യൂസ് എങ്ങനെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് സെക്കൻഡ് വാല്യൂ കൊടുത്തിട്ട് സ്പേസ് ഇട്ടിട്ട് തേർഡ് വാല്യൂ കൊടുക്കും. സോ വിൽ ബി സീയിങ് ദാറ്റ്. നമുക്ക് ഒരു ബോർഡർ നമ്മൾ കൊടുക്കുന്നൊരു 2 പിക്സൽ സൈസ് 2 പിക്സൽ സൈസുള്ളൊരു ബോർഡറാണ്. സ്പേസ് നമുക്ക് ആ ഒരു ബോർഡർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സോളിഡ് ലൈനാണ്, നേരെയുള്ളൊരു വരയാണെന്ന് വിചാരിക്കുക കൊടുക്കേണ്ടത്, സോളിഡ്. പിന്നെ കളറ് നമ്മൾ ഗ്രീൻ കളറിലാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രീൻ എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ കളറിൽ നമ്മുടെ 2 പാരഗ്രാഫിന് ഗ്രീൻ കളറിലൊരു ബോർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ
ഈ ബോർഡർ ഭയങ്കര ക്ലോസ് ആണ്. ടെക്സ്റ്റും ബോർഡറുമായിട്ട് ബോർഡർ ലൈനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ആ കേസിൽ നമുക്ക് ഈ പാഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കുറച്ച് സ്പേസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാഡിംഗ് യൂസ് ചെയ്യുകയാണ്. പാഡിംഗ് കോളൻ എത്ര വിഡ്ത്ത് വേണമെന്ന് കൊടുക്കാം. എത്ര ആ സൈസ് എത്ര വിഡ്ത്ത് വേണമെന്ന് കൊടുക്കാം. അപ്പോൾ ഒരു 10 പിക്സൽ വൈഡാണ് നമ്മൾ പാഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം കുറച്ച് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10 പിക്സൽ വൈഡ്. അപ്പം നമുക്ക് കുറച്ച് വിഡ്ത്ത് ഉണ്ട്. നമ്മുടെ ബോർഡറും ടെക്സ്റ്റിൻ്റെ ഇടയ്ക്കും കുറച്ച് 10 പിക്സൽസ് ബോർഡറുണ്ട്. ഇത് വേണമെങ്കിൽ 20 പിക്സൽ ആക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മുടെ പേജും ബോർഡറും തമ്മിലുള്ള ആ സ്പേസ് നമുക്ക് കുറച്ച് കൂട്ടണമെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ മാർജിൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അപ്പം സെമി കോളൻ ഇടുക. ദെൻ യു ക്യാൻ പ്രൊവൈഡ് മാർജിൻ കോളൻ. അത് ഇതുപോലെ നമുക്ക് 20 പിക്സൽ വൈഡ് മാർജിൻ കൊടുക്കാനാണെങ്കിൽ 20 പിക്സലിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാർജിൻ ഇൻക്രീസ് ചെയ്തിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്നതിന് പകരം കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. അപ്പോൾ 20 പിക്സൽ മാർജിന്, അത് കഴിഞ്ഞ് ബോർഡർ, ആ ബോർഡർ കഴിഞ്ഞ് 20 പിക്സലിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 പ്രോപ്പർട്ടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡർ, പാഡിങ്, മാർജിൻ. ഇതിപ്പം ഇതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ ലുക്ക് വി നീഡ്. നമ്മുടെ പേജിന് എന്ത് ലുക്കാണ് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് ഈ CSS പ്രോപ്പർട്ടി, ഇതുപോലെ പല CSS പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നമുക്കത് കാണാൻ പറ്റും. ഇതിന് പല വാല്യൂസ് ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ കളറിൻ്റെ കേസിൽ തന്നെ ഗ്രീൻ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് കുറേ വാല്യൂസ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ആ കേസിൽ ബോർഡറിൽ തന്നെ ഇതിപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ്, പലതരത്തിൽ നമുക്ക് ബോർഡർ യൂസ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ബോർഡർ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോസിബിൾ വാല്യൂസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോളിഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ഡോട്ടഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈന് വരും ഡോട്ടഡ് ഇതായിരിക്കും വരുന്നത്. അപ്പോൾ ഡോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡർ ആണെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റും. അങ്ങനെയുള്ള പല വാല്യൂസ് നമുക്ക് പോസിബിളാണ്. അപ്പോൾ ഡാഷ്ഡ് ലൈനാണ് വേണ്ടെങ്കിൽ. ഡാഷ്ഡ് ലൈനാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡോക്യുമെൻറ്റേഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ വാല്യൂസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ സാധാരണയായി യൂസ് ചെയ്യാറുള്ള CSSൻ്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും അല്ല, വേറെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.